നിർമ്മല ബ്രഹ്മമെന്നുള്ളറിവ് കൊണ്ടെണ്ണിയേ മോക്ഷമില്ലെന്നിരിക്കും വിധോ അങ്കനമാർമനം മായാഗുണങ്ങളിൽ സംഗിച്ച കൃഷ്ണനെ കാന്തനെന്നല്ലാതെ നിർമ്മലമാം പരബ്രഹ്മ ജ്യോതിർമയം ചിന്മയം സച്ചിന്മയമെന്നറിയാതെ നാരീഗണങ്ങൾക്ക് മുക്തി സിദ്ധിച്ചതോ ചേരുന്നതല്ല. ഇതു നേരെ അരുൾ ചെയ്ത ഏവം നൃപോക്തികൾ കേട്ടു മുനിവരൻ ഭാവസമ്മോദങ്കർന്ന് ചൊല്ലിടിനാൻ. ഏതൊരു മാർഗമെന്നാലും മുകുന്ദനെ ചേതസി ചിന്തിക്കിൽ മുക്തി വരും എന്നു മോദിച്ചു സപ്തമസ്കന്ധേ പറഞ്ഞോരു ചേതീശമോക്ഷം ഭവാനറിഞ്ഞില്ലയോ. സച്ചിദാനന്ദ പരബ്രഹ്മസ്തുവാം അച്യുതനിൽ ഭക്തിമാർഗം പല വഴി എത്തുകിൽ ബ്രഹ്മണോ ഭാവമാകുന്നിടും ചിത്തത്തിൽ ഈശ്വരുണ്ടാകേണ്ട നിർണയം. തോടും പുഴകൾ പല വഴിയിലൂടെ പോയി കൂടുന്ന തോയം ലവണജലതിയിൽ ചേരുന്ന നേരം ലവണജലമയ പൂരിതമാകുന്ന പോലെ സ്വഭാവമാം നിൽക്കവ കൃഷ്ണൻ അരികത്തു ഗോപിമാരൊക്കവേ വന്നതു കണ്ടു മുകുന്ദനും മന്ദഹാസം ചെയ്തു ചൊന്നാൻ, ഇവിടെ ഇന്നു ഒന്നിച്ചു വന്നതിനെന്തു മൂലം നിങ്ങൾ എന്നാൽ ഇനി എന്തു വേണ്ടതു ചൊല്ലുവിൻ നന്നായി. നിങ്ങൾ ഇവിടേക്ക് വന്നതും ഘോരമഹാവനമാം ഇതിൽ ഏറ്റവും ക്രൂര ജന്തുക്കളും ഉണ്ടോ പലതരം. പാരം നിശീധനയായി ചമഞ്ഞത് പാരാതെ പോക ബന്ധുക്കൾ തിരങ്ങിയിടും. എങ്കലേ സ്നേഹേന വന്നിതെന്നാകിലും മംഗമാരെ നിങ്ങൾ ചിത്തത്തിലൊക്കെയും പുത്രമിത്രാദിവർഗത്തിൽ ഏറ്റവും ചിത്തം രമിച്ചിരിക്കുന്നിതതുകൊണ്ടു ഭർതൃശുശ്രൂഷണം ചെയ്വിനിന്നങ്ങു പോയി. ഭർത്താവ് ദൈവം തരുണിമാർക്കൊക്കെയും ഭർത്താവിനെ വെടിഞ്ഞിനെ കൈക്കൊള്ളിൽ എത്രയും നിന്ദ്യം വിധിമതമല്ലോ. കേൾക്കുകയും കാണുകയും ധ്യാനിക്കുകയും ചെയ്യിൽ മേൽക്കുമേ ഭക്തിയും എന്നിലുണ്ടായി വരും എപ്പോഴും ഒന്നിച്ചിരുന്നതെന്നാകിലങ്ങ് അല്പമായി വന്നു പോം ഭക്തി. അതിനാലേ ഇപ്പോഴേ പോവിൻ മടിയാതെ എന്നെല്ലാം ഉൽപ്പല നേത്രവാക്യം കേട്ടു നാരിമാർ ഉട്പൂവതുഷ്ണിച്ചു കണ്ണുനീ വാർത്തുടൻ. അപ്പോഴേ ചിൽപ്പുമാൻ നിസ്സംഗനാം പരൻ കേശവൻ തൻ കരം കൊണ്ടവർ കണ്ണുനീരാശു തുളച്ച് അതു നേരത്തു നാരിമാർ കിഞ്ചന ഗോപ മൃദുഹാസഗദ്ഗതാൽ അഞ്ജിതമൂർത്തിയോടേവം പറഞ്ഞിതു.
കാഠിന്യവാക്യം പറയുന്നിതോ ഭവാൻ ഊഢരാഗേന നിൻമൂലമായി ഞങ്ങളും 10 പുത്രാദികളെ ഉപേക്ഷിച്ചു മിപ്രമാം നിൻ പദസേവ ചെയ്തിടുവാൻ വന്നൊരു ഞങ്ങളെ പോകുന്നു ചൊല്ലില്ലോ പിന്നെ എന്തോന്നു ചൊല്ലേണ്ടു ദയാനിധി. ഭർത്താവു നാരികൾക്ക് ഈശ്വരൻ എന്നതും ഓർത്താൽ ജഗൽപതിയല്ലോ ഭവാന്തൃടം. നിന്നെ ഭജിക്കുന്ന ഞങ്ങൾ ഇന്ന് എന്തിനായി അന്യഭർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നു? ഞങ്ങളുടെ മനസ്സൊക്കെ നീ വാങ്ങിവച്ച് അങ്ങ് പോകന്നാൽ പദങ്ങൾ നീങ്ങുന്നില്ല. മന്ദാക്ഷഭാവാദി കൊണ്ടങ്ങ മാനസം തന്നെ മദനാഗ്നിയാലിരിക്കും ഭവാൻ ഇന്നതോ ശാന്തി ചെയ്യാകിൽ ദഹിച്ചുടൻ നിന്നുടെ പാദപത്മേ ചേർന്നു കൊള്ളുവോ സുന്ദരാ സുന്ദരാ. നിന്നുടെ രൂപാമൃതം കാൺകിൽ തന്മണികൾ കാമിക്കാതിരിക്കുമോ? ലോകമാതാ മഹാലക്ഷ്മി തവ പാദം ലോകേശ കാക്ഷിച്ചു തന്നെ വസിക്കുന്നു. ചിന്തിതം നൽകുവൻ പാർപ്പിനം ഞങ്ങളോട് അന്തർമുദാ പറഞ്ഞില്ലയോ? മുന്നമേ